ഗുഡ് മോർണിംഗ്. 2023 മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2021 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 10-11 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. റാൻഡം വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആവുക എപ്പോഴാണ്? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി സ്ക്രിപ്റ്റ് എഫിൽ ഉണ്ടെങ്കിൽ, അതായത് റിയൽ ലൈനിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് സാമ്പിൾ സ്പേസിലുണ്ടാവും. അത് സ്ക്രിപ്റ്റ് എഫിൽ ഉണ്ടെങ്കിലാണ് എന്തെന്ന് പറയുക, അത് എക്സ് ഒരു റാൻഡം വേരിയബിളാണെന്ന് പറയുക. ഓക്കെ, അപ്പോൾ എത്ര ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ട്? മെയിൻലി 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ ആണുള്ളത്: ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. സോ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ഓൺലി എ കൗണ്ടബിൾ നമ്പർ ഓഫ് ഐസൊലേറ്റ് വാല്യൂസ് x1, x2, etc. xn വിത്ത് probability of x equal to xi greater than 0 for all I is called a discrete random variable. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പറഞ്ഞാൽ ഒരു കൗണ്ടബിൾ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് ഒരു എക്സാമ്പിളാണ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എ കോയിൻ ടോസസ്. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹെഡ് കിട്ടും, ടെയിൽ കിട്ടും, അല്ലേ? സോ ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. സോ അതെന്ന് പറഞ്ഞാലൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് ഒരു എക്സാമ്പിളാണ്. ഇനി അടുത്ത എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുമ്പോൾ നമ്മൾ ഈ വാല്യൂ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാവും വരിക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിനുള്ളിലാണ് വാല്യൂ വരിക. ഡിസ്ക്രീറ്റ് ആവുമ്പോൾ നമ്മൾ കൗണ്ടബിൾ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. കണ്ടിന്യൂസ് ആവുമ്പോൾ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് വാല്യൂ വരിക. നമുക്ക് എന്താ നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ if it takes any value within the range of variation for a continuous random variable x, probability of x equal to x0 ആയിരിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എത്ത പോയിന്റിലുള്ള പ്രോബബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. പക്ഷെ ഡിസ്ക്രീറ്റിൽ എന്തായിരിക്കും? അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് എക്സാമ്പിളാണ് ഹൈറ്റും വെയിറ്റും ഒക്കെ. ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മളെപ്പോഴും ഒരു ഇൻ്റർവെല്ലിനുള്ളിലല്ലേ പറയുക. സോ അതാണ് റാൻഡം വേരിയബിൾ. സോ 2 തരം റാൻഡം വേരിയബിൾ ഉണ്ട്: ഡിസ്ക്രീറ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സെറ്റ് ഓഫ് വാല്യൂസ് കൗണ്ടബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആവുമ്പോൾ സെറ്റ് ഓഫ് വാല്യൂസ് ഒരു ഇൻ്റർവെല്ലിനുള്ളിലായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റിൽ പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓരോ എക്സുകൾ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡിസ്ക്രീറ്റിൽ എത്ത പോയിന്റിലുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇനി അടുത്തത്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്? സോ എന്താണ് പ്രോപ്പർട്ടീസ്? ഇതിലിപ്പോൾ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്, നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫോർ എ ഡിസ്ക്രീറ്റ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 0 to x പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് വരിക. ഓക്കെ, ഇനിയിപ്പോൾ കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് കാണാനുള്ളത് 0 to x സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടെത്താനുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടെത്താൻ എപ്പോഴും അപ്പർ ലിമിറ്റ് വരെ എക്സ് ആയിരിക്കും. ലോവർ ലിമിറ്റ് നമുക്ക് അവർ തന്നിട്ടുണ്ടാവും, അതെടുക്കാം. പക്ഷേ അപ്പർ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതാണ്. സോ പ്രോപ്പർട്ടീസ് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ദെൻ which satisfy the following properties.
ഒന്നെന്താ 0 < f of x < 1. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. അതാണ് ഒരു പ്രോപ്പർട്ടി. രണ്ടാമത്തേത് എഫ് ഓഫ് എക്സ് നോൺ ഡിക്രീസിങ് ആണ്. എഫ് ഓഫ് എക്സ് ഒരു നോൺ ഡിക്രീസിങ് ആണ്. രണ്ട് റാൻഡം വേരിയബിൾ എടുക്കുക, x1 < x2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 < എന്താണ്, എഫ് ഓഫ് x2 ആയിരിക്കും. ഫോർ ഓൾ x1 x2 belongs to R. ഓക്കെ. പിന്നെ എഫ് ഓഫ് എക്സ് റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു ∞ എഫ് ഓഫ് എക്സ് 1 ആയിരിക്കും. അതായത് ലോവർ ബൗണ്ടഡ് ആണെന്ന് പറയാം. 0ക്കും 1നും ഇടയിലാണ്, ബൗണ്ടഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു. 0 < എഫ് ഓഫ് എക്സ് < 1. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ∞ എഫ് ഓഫ് എക്സ് എന്താണ്, 1 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് -∞ = 0, എഫ് ഓഫ് ∞ = 1. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ മറ്റേ ഏതൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഓക്കെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ CDF കണ്ടെത്തിയിരുന്നു. എങ്ങനെ നമ്മൾ കണ്ടെത്തി? എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം 0 തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് കാണാൻ ഇൻ്റഗ്രൽ 0 to x സ്മോൾ എഫ് ഓഫ് എക്സ് dx ആണ്. ഓക്കെ. സോ ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/θ dx ആയിരുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു x/θ കിട്ടും. ഇത് 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ, എങ്ങനെ CDF കണ്ടെത്തുന്നുള്ള സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ. സോ ദറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ അതാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. മെയിനായിട്ട് ഈ 4 പ്രോപ്പർട്ടീസ് എഴുതാൻ നോക്കുക. ഒന്ന്, എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് 0ക്കും 1നും ഇടയിലാണ്. പിന്നെ എഫ് ഓഫ് എക്സ് നോൺ ഡിക്രീസിങ് ആണ്. എഫ് ഓഫ് എക്സ് റൈറ്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് -∞ 0യും എഫ് ഓഫ് +∞ 1ഉം ആണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഗിവ് എനി 2 പ്രോപ്പർട്ടീസ്. എന്താണ് ഒരു റാൻഡം വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ? അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നോക്കാം. A characteristic function that provides a way to describe the probability distribution of a random variable. It is defined as the expected value of an exponential function of a random variable. For a random variable x, the characteristic function phi x of t is given by expectation of e raised to I tx, which is equal to integral -∞ to ∞ e raised to I tx f of x dx, where f of x is the PDF of x and I is the imaginary unit. ഓക്കെ. ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബബിലിറ്റി, ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഒരു മെഷറാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. നമ്മൾ മീന്, വേരിയൻസ്, MGF അതുപോലെ തന്നെ ഉള്ളൊരു മെഷറാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. എല്ലാ ഡിസ്ട്രിബ്യൂഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ടാവും. അതായത് എല്ലാ ഡിസ്ട്രിബ്യൂഷനും യുണീക്കലി ഡിറ്റർമൈൻസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അങ്ങനെയാണ് പറയുക. സോ എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഒരു യുണീക്കായിട്ട് അവർക്ക് അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ടാവും. സോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. സോ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മൾ ഡിനോട്ട് ചെയ്യുക phi x of t വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to I tx. ഇവിടെ I ഇല്ല, വെറും എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx പറഞ്ഞാൽ അത് MGF ആണ്. I വന്നാൽ അത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ. സോ phi x of t ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to I tx, which is equal to integral -∞ to ∞ e raised to I tx f of x dx. f of x എന്ന് പറഞ്ഞാൽ നമ്മുടെ PDF ആണ്, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, റെസ്പെക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ്റെ
PDF ആണ് എഫ് ഓഫ് എക്സ്, ഐ ഒരു ഇമേജിനറി യൂണിറ്റ് ആണ്. ഓക്കെ, കോംപ്ലക്സ് ആണ്. അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ ഡിസ്ട്രിബ്യൂഷനും യുണീക്കായിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ട്. സോ ഒരു പ്രോപ്പർട്ടി എന്താണ്? യുണീക്ക്നെസ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി. The characteristic function uniquely determines the probability distribution. ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ കണ്ടിന്യൂറ്റി. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ 2023 ഡിസ്കസ് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. എന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് റിയൽ ലൈൻ എന്ന്. നമ്മൾ എന്നിട്ട് 2 പോയിന്റിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് കണ്ടു. എന്നിട്ട് അത് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം വെച്ചിട്ട് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 കൊടുക്കുമ്പോൾ 0 വരും. അതായത് രണ്ടും h ടെൻഡ്സ് ടു 0 ആകുമ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈക്വൽ ആവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൂഫ് ചെയ്തിരുന്നു. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്, കണ്ടിന്യൂറ്റി. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടി. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതൊരു പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമ്മട്രി. ഇഫ് എക്സ് ഈസ് എ റിയൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ ദെൻ phi x of minus t equal to phi x of t, where phi x of t is the complex conjugate of phi x of t. ഓക്കെ, സിമ്മട്രിയാണ്. phi x of minus tയും phi x of tയും ഈക്വൽ ആണ്. നമ്മൾ ഈവൻ ഫംഗ്ഷനൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെയല്ലേ? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ആ സിമ്മട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. phi x of minus t equal to phi x of t ആണ്. നെക്സ്റ്റ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്താണ്? phi x of 0 എന്താണ്? 1 ആണ്. ഈ നോർമലൈസേഷനും ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. 2023 ഒരു പേപ്പർ ചെയ്തപ്പോൾ ആ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. log 1 + t എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊരു ഓക്കെ, നോർമലൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. 2023 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്നുള്ള ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. log 1 + t ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു log 1 + t ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ phi of 0 എന്ത് കിട്ടണം? 1 കിട്ടണം. അതായത് ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ log 1 + 0 എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. സോ എന്തെന്ന് പറയാം? log 1 + t ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല എന്ന് പറയാം. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്, നോർമലൈസേഷൻ എന്ന പ്രോപ്പർട്ടി. phi x of 0 1 ആണ് കിട്ടുക. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ എക്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റും. അഡിറ്റിവിറ്റി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് അഡിറ്റിവിറ്റി. ഇഫ് x1 x2 ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ദെൻ phi x + 1 x2 into t equal to phi x1 of t into phi x2 of t. x1 x2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ phi of x1 + x2 of t equal to phi x1 of t into phi x2 of t. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ പ്രോപ്പർട്ടി നോക്കി, ആദ്യത്തെ പ്രോപ്പർട്ടി യുണീക്ക്നെസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ യുണീക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ? കണ്ടിന്യൂറ്റി, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സിമ്മട്രി ഉണ്ട്, phi x of minus t equal to phi x of t. നോർമലൈസേഷൻ phi x of 0 equal to 1. അഡിറ്റിവിറ്റി phi x1 + x2 of t equal to phi x1 of t into phi x2 of t. ഇത് സാറ്റിസ്ഫൈ ചെയ്യപ്പോഴാണ് x1ഉം x2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ 2 റാൻഡം വേരിയബിൾ വരുന്ന കേസ് എക്സ് വൈ. ഇത്ര നേരം നമ്മൾ യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിൾ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. എക്സ് മാത്രം. എക്സിനും വൈനും സെയിം ടൈം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഈസ് എ
പെയർ XY ഡിഫൈൻഡ് ഓൺ ദ സെയിം സാമ്പിൾ സ്പേസ്. ഒരേ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈവേരിയൻ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എ ബൈവേരിയൻ റാൻഡം വേരിയബിൾ ഈസ് എ പെയർ ഡിഫൈൻഡ് ഓൺ ദ സെയിം സാമ്പിൾ സ്പേസ്. ഒരേ സാമ്പിൾ സ്പേസിൽ തന്നെ ഡിഫൈൻ ചെയ്യണം. ഡിഫറെൻറ്റ് സാമ്പിൾ സ്പേസ് ആവാൻ പാടില്ല. ഒരേ സാമ്പിൾ സ്പേസിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പെയറിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈവേരിയൻ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ എന്താണ്, ഒരു 2 കോയിൻ ടോസ് ചെയ്യുക. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ്, വൈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ്. ഓക്കെ, സോ എക്സും വൈയും എന്താ, ഒരു ബൈവേരിയൻ റാൻഡം വേരിയബിൾ ആണ്. എക്സും വൈയും ഒരു ബൈവേരിയൻ റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്താൽ ഹെഡും കിട്ടും, അവിടെ ടെയിലും കിട്ടും. സോ ഹെഡിനെയാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ്, വൈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ്. സോ എക്സും വൈയും ഒരു ബൈവേരിയൻ റാൻഡം വേരിയബിൾ ആണ്. സോ എന്താണ് ബൈവേരിയൻ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ, ഒരേ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പെയറാണ്. പെയർ ഓഫ് XY ആണ് ബൈവേരിയൻ റാൻഡം വേരിയബിൾ. അതിന് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുത്തു, ഒരു കോയിൻ ടോസ് ചെയ്തു, 2 കോയിൻ ടോസ് ചെയ്തു, ഹെഡും കിട്ടും ടെയിലും കിട്ടും. സോ എത്ര ഹെഡ് കിട്ടും, എക്സിനെ നമ്മൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്നും വൈനെ നമ്മൾ നമ്പർ ഓഫ് ടെയിൽസ് എന്നും എടുത്തു. സോ എക്സും വൈയും ഒരു ബൈവേരിയൻ റാൻഡം വേരിയബിൾ ആണ്. അടുത്തത്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡ് ബൈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ്റെ എന്താണ് കണ്ടീഷണൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. എന്താണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഗീവ് ചെയ്യാനാണ് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്. സോ ഇവിടെ എന്താ, എക്സും വൈയും 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓർ മീൻ വാല്യൂ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ ഈസ് expectation of x given y equal to y equals summation over x into f of x given y. or നമ്മൾ f of x given y എന്ന് പറഞ്ഞാൽ f of xy into f2 of y ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. where f2 of y not equal to 0. ഇതാണ് ഡിസ്ക്രീറ്റ് കേസിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. കണ്ടിന്യൂസ് കേസിൽ if x and y is a continuous random variable, ഈസ് അല്ല r. if x and y are, ഇവിടെയും r ആണ് വരിക. if x and y are a continuous random variable, then conditional expectation or mean value of x given y equal to y is expectation of x given y equal to y integral over x into f of x given y into dx. so f of x given y ക്ക് f of xy divided by f2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ f2y ഇൻറ്റു ഡി എക്സ്, വേർ f2y നോട്ട് ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തുള്ളതാണ്. എക്സും വൈയും 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എന്താണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, അതാണ് ഇത്. എക്സും വൈയും 2 കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എന്താണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, അതാണ് ഇത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ്, സോ ലെറ്റ് എക്സ് വൈ ഇസഡ് ബി എ റാൻഡം വേരിയബിൾ എ ബി ബിലോങ്സ് ടു ആർ. എക്സും വൈയും ഇസഡും 3 റാൻഡം വേരിയബിൾ ആണ്. എയും ബിയും റിയൽ നമ്പറിലുള്ള 2 വാല്യൂസ് ആണ്. നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഫ്രം ആർ ടു ആർ. അസ്യൂമിങ് ഓൾ ദ ഫോളോയിങ് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ്. എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഗിവൺ വൈ ഈക്വൽ ടു എ ആണ്. എ ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ എന്താണ് വരിക, എ തന്നെ വരിക.
ഫോർ എക്സാമ്പിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 1 എന്താണ്? 1 തന്നെയാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് 1 ഗിവൺ എക്സ് എന്താ വരിക? 1 തന്നെ വരിക. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രോപ്പർട്ടിയാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഗിവൺ വൈ ഈക്വൽ ടു എ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇത് നമുക്ക് ലീനിയാരിറ്റി പറഞ്ഞിട്ടൊരു പ്രൂഫ് 2023 പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു റിസൾട്ടാണിത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇസഡ് ഗിവൺ വൈ ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് ഗിവൺ വൈ. അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോപ്പർട്ടിയാണ്. പല എക്സാമുകളും, ഫോർ എക്സാമ്പിൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് മീനും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്കതങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്ത് കണ്ടെത്താനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുക. സോ ഇത്രയാണ് പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. ഒന്ന്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഗിവൺ വൈ ഈക്വൽ ടു എ ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് തന്നെ കിട്ടുക. ദെൻ ലീനിയാരിറ്റി പ്രിസർവ് ചെയ്യുന്നുണ്ട് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനിൽ, അതാണിത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇസഡ് ഗിവൺ വൈ ഈക്വൽസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് ഗിവൺ വൈ. അടുത്ത പ്രോപ്പർട്ടി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഓഫ് എ റാൻഡം വേരിയബിൾ. സോ എന്താണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി? നോക്കാം. A sequence of random variable x1, x2, etc. xn is said to converge in probability to a constant a. ഒരു റാൻഡം വേരിയബിൾ സീക്വൻസ് ആണ് x1, x2, etc. xn. അത് a എന്ന കോൺസ്റ്റൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുക ഇഫ് ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് n tends to infinity probability of mode xn minus a less than epsilon equal to 1 or limit n tends to infinity probability of xn minus a greater than or equal to epsilon equal to 0, and we write as xn convergence in probability to a as n tends to infinity. Okay, ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ x1, x2, etc. xn എ എന്ന കോൺസ്റ്റൻറ്റിലേക്ക് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു കൺവേർജൻസ് ഉണ്ടാവുക എപ്പോഴാണ്? സാമ്പിൾ സൈസ് കൂടുമ്പോഴാണ്, അല്ലേ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തോ പറഞ്ഞിരുന്നു. നമ്മൾ സാമ്പിൾ സൈസ് കൂടുന്തോറും പോപ്പുലേഷൻ വാല്യൂം സാമ്പിൾ വാല്യൂം ഈക്വൽ ആയിട്ട് വരും. ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എക്സൻ സീക്വൻസ് ഓഫ് എക്സന് ഒരു കോൺസ്റ്റൻറ്റിലേക്ക് കൺവേർജ് ചെയ്യപ്പോഴാണ്? ഈ രണ്ട് കണ്ടീഷനിലാണ്. ഇഫ് ലിമിറ്റ് n tends to infinity പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എ ലെസ് ദാൻ ആപ്സിലോൺ ഈക്വൽ ടു 1 ആവുമ്പോഴും, അല്ലെങ്കിൽ ലിമിറ്റ് n tends to infinity പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോൺ 0 ആവുമ്പോഴും. സോ ഈ രണ്ട് കണ്ടീഷനെയും നമുക്ക് എങ്ങനെ വെച്ച് എഴുതാം? xn convergence in probability to a as n tends to infinity. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്താണ്. സോ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ മതി. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ? വാട്ട് ഡു യു മെൻ ബൈ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ? എന്താണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഈ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റീൻ്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ. അത് നോക്കാം കേട്ടോ. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ, ലെറ്റ് x1, x2, etc. xn be a sequence of random variable and u1, u2, etc. un be their respective expectation.
x1 x2 എക്സിട്ര xn ആണ് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. ഈ x1 x2 എക്സിട്ര xnൻ്റെ മീനാണ് u1 u2 എക്സിട്ര un. ദെൻ bn എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn. ഈ സീക്വൻസുകളുടെ വേരിയൻസ് ആണ് bn. അതിൻ്റെ സമ്മാണ്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മോഡ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn ബൈ n മൈനസ് mu1 മൈനസ് mu2 പ്ലസ് എക്സിട്ര പ്ലസ് mun ബൈ n ലെസ് ദാൻ ആപ്സലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഈറ്റ ആണ് ഫോർ ഓൾ ഈറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ നോട്ട് വെർ ആപ്സലോൺ ആൻഡ് ഈറ്റ ആർ arbitrary small positive numbers provided limit n tends to infinity bn by n square tends to 0. ഓക്കെ, പെട്ടെന്ന് ഈ ഒരു ഡെഫിനിഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എന്താണ് പറഞ്ഞത്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ചെക്ക് ചെയ്യാൻ ഞാൻ എന്താ പറഞ്ഞത്? എക്സ്പെക്റ്റേഷൻ കാണുക. ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് xn കാണുക. ദെൻ വേരിയൻസ് ഓഫ് xn കാണുക. ഈ വേരിയൻസ് ഓഫ് xn കണ്ടിട്ട് 1/n² സമ്മേഷൻ k ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xn ടെൻസ് ടു 0 ആണോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നോക്കുക. ഈ സമ്മേഷൻ വേരിയൻസ് ഓഫ് xn ഇല്ലേ, അതിനെയാണ് നമ്മളിവിടെ bn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സമ്മേഷൻ വേരിയൻസ് ഓഫ് xkനെയാണ് ഇവിടെ bn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ അതേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ bn എന്നുള്ളൊരു ക്വാണ്ടിറ്റി കൊടുത്തു, ആ ഒരു വ്യത്യാസമുള്ളൂ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn ബൈ n² എന്താണ്? ടെൻസ് ടു 0. സോ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n² സമ്മേഷൻ k ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xk ടെൻസ് ടു 0 as n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ സമ്മേഷൻ k ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xkനെ bn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കാം. xn x1 x2 എക്സിട്ര xn സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. ആ ഓരോ റാൻഡം വേരിയബിളിൻ്റെ മീനാണ് mu1 mu2 എക്സിട്ര mun. ദെൻ bn എന്ന് പറഞ്ഞാൽ സമ്മേഷൻ k ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xk ആണ്. സോ അതിന് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn ലെസ് ദാൻ ഒരു ഫൈനൈറ്റ് ആണ്. വേരിയൻസ് എപ്പോഴും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആവുമല്ലോ, വേരിയൻസ് നെഗറ്റീവ് ആവില്ലല്ലോ. സോ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn ഇതിനെയാണ് നമ്മൾ x ബാർ എന്താ? x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര ബൈ n അല്ലേ? mu1 പ്ലസ് mu2 പ്ലസ് എക്സിട്ര പ്ലസ് mun ബൈ n എന്ന് പറഞ്ഞാൽ mu തന്നെ. അത് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സലോൺ ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഈറ്റ. ഈറ്റയും എപ്സലോണൊക്കെ ചെറിയൊരു ആർബിട്രറി പോസിറ്റീവ് നമ്പറാണ്, ലൈക്ക് ഇറർ ആണ്. സോ എപ്സലോൺ ഇറർ കുറഞ്ഞു വരുമ്പോൾ, അതായത് എപ്സലോൺ ഈറ്റയൊക്കെ 0ക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ എക്സ് ബാറും മ്യൂനും ഈക്വൽ ആയിട്ട് വരും. അതായത് അവിടെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടാവും. സോ അപ്പോഴാണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുക. നിങ്ങൾ ഈ ഡെഫിനിഷൻ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അതിൽ ഡെഫിനിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ്. ഈ കാര്യം ഓർത്ത് വയ്ക്കുക. ഈ ഒരൊറ്റ സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. സോ അത് നോക്കുക. bn ഇവിടെ എന്താണോ? bn എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ k ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xk തന്നെയാണ്. അത് ആലോചിക്കുക കേട്ടോ. അടുത്തത് ഡിഫൈൻ സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഒരു സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ? A distribution is said to be stable if a linear combination of two independent random variables with this distribution as the same distribution up to location and scale parameter. Okay. ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ ആവുക, അതിൽ ഒരു രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ? സോ ഡിഫൈൻ സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ഒരു സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ? സോ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ ഇഫ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ
with this distribution as the same distribution up to location and scale parameter. ഓക്കെ, ഒരു സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക ഒരു രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എടുത്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ആ സെയിം ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം. അതായത് എക്സും വൈയും ഒരു സെയിം ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, അപ്പോഴും ആ സെയിം ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം ഗിവൺ ലൊക്കേഷൻ ആൻഡ് സ്കെയിൽ പാരാമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് നോക്കാം. x1 ഫോളോ ചെയ്യുന്ന എന്താണ്? നോർമൽ μ1 സിഗ്മ 1 സ്ക്വയർ ആണ്. x2 ഫോളോ ചെയ്യുന്ന നോർമൽ μ2 സിഗ്മ 2 സ്ക്വയർ ആണ്. x1 x2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ x1 പ്ലസ് x2 ഫോളോ ചെയ്യുന്ന എന്താണ്? നോർമൽ μ1 പ്ലസ് μ2 സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ ആയിരിക്കും. സോ എന്താണ്? x1ഉം x2ഉം ഒരേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർ രണ്ടുപേരും ആ രണ്ട് റാൻഡം വേരിയബിളും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷന് ഫോളോ ചെയ്യുന്ന എന്താണ്? സെയിം ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷേ പാരാമീറ്ററിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, സ്റ്റേബിൾ ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ രണ്ട് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആവണം. ആ രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താലും ആ സെയിം ഡിസ്ട്രിബ്യൂഷൻ, ആ രണ്ട് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം. പാരാമീറ്ററിൽ വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഓൾവേസ് എക്സിസ്റ്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഒരു റാൻഡം വേരിയബിളിന് എല്ലായ്പ്പോഴും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അതായത് ഒരു മീൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുക, അങ്ങനെ ഇല്ലെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുക. ഓക്കെ, എല്ലാ റാൻഡം വേരിയബിളിനും മീനോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം എന്നില്ല. സോ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ എന്താണ്? ദ എക്സ്പെക്റ്റേഷൻ E of x exist only if expectation of mod x ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ. ഓക്കെ, ഒരു റാൻഡം വേരിയബിളിന് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുക എപ്പോഴാണ്? അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ മാത്രമാണ് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ, ഇത് ഈക്വൽ ആണ് കേട്ടോ, ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ. എക്സ്പെക്റ്റേഷൻ എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യില്ല. ഒരു റാൻഡം വേരിയബിൾ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഫൈനൈറ്റ് ആയിരിക്കണം. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഒരു ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതിനൊരു എക്സാമ്പിളാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഹാവ് എ PDF f of x equal to 1/π into 1/1 plus x square. എക്സിൻ്റെ റേഞ്ച് -∞ to ∞ ആണ്. ഇത് കോഷി ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു കോഷി ഡിസ്ട്രിബ്യൂഷനാണ് f of x. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ്? ഇൻ്റഗ്രൽ -∞ to ∞ mod x into f of x dx. സോ f of xൻ്റെ സ്ഥാനത്ത് ഈ PDF ഇട്ട് കൊടുക്കുക. സോ mod x into 1/π into 1 plus x square dx. സോ നമുക്ക് എന്ത് കിട്ടും? 2/π into ഇൻ്റഗ്രൽ 0 to ∞ x/1 plus x square കിട്ടും. ഇവിടെ ഇൻ്റഗ്രൽ -∞ to ∞ ആണ്. അതിന് നമുക്ക് 2 into ഇൻ്റഗ്രൽ 0 to ∞ എന്ന് പറയാം, കാരണം ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയ കാരണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/π into log 1 plus x square 0 to ∞. സോ വാല്യൂ കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. സോ സിൻസ് ദിസ് ഇൻ്റഗ്രൽ ഡസ് നോട്ട് കൺവേർജ് ടു എ ഫൈനൈറ്റ് ലിമിറ്റ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരു
എന്താണ് ഒരു ഫൈനൈറ്റ് ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യാത്ത കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് റാൻഡം വേരിയബിൾ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ നോട്ട് ഓൾവേസ് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് ഒരു കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടെത്തിയിട്ടാണ്. മീൻ അല്ല, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് കണ്ടെത്തിയിട്ടാണ്. സോ ഒരു കോഷി ഡിസ്ട്രിബ്യൂഷൻ മെൻഷൻ ചെയ്തു. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് കണ്ടെത്തി. സോ മോഡ് എക്സ് കണ്ടെത്തിയപ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. ഈ 10th ക്വസ്റ്റ്യൻ. എ റാൻഡം വേരിയബിൾ ആസ് PGF P of S equal to 1 plus 2s plus 3s square divided by 6. Obtain its PMF and mean. ഓക്കെ, ഒരു പ്രോബബിലിറ്റി ജനറേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും കണ്ടെത്തണം, മീനും കണ്ടെത്തണം. ഇതാണ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം. PGF ഈസ് ഒരു പ്രോബബിലിറ്റി ജനറേഷൻ ഫംഗ്ഷൻ P of S equal to എക്സ്പെക്റ്റേഷൻ ഓഫ് S raised to x ആണ്, which is equal to summation x equal to 0 to infinity S raised to x into probability of x equal to x. അതെങ്ങനെ എഴുതി മനസ്സിലായി. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താ? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് S raised to x ആണ് എടുക്കുന്നത്. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് S raised to x equal to summation x equal to 0 to infinity S raised to x into probability of x equal to x. എന്നിട്ട് എക്സിന് 0, 1, 2 അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് 0, 1, 2 വരെ വാല്യൂ ഇട്ടാൽ മതി. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യനിൽ എസ്സിന് 1 ആണ് ഇവിടെ പവർ വരുന്നത്, ഇവിടെ 2 ആണ് പവർ വരുന്നത്. സോ മാക്സിമം 3 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി എക്സിന്. 0, 1, 2 0, 1, 2 മാക്സിമം വാല്യൂ വരുന്നത് 0, 1, 2 ആണ്. ഓക്കെ, സോ എക്സിന് 0 ഇട്ട് കൊടുക്കുക. S raised to 0 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0 പ്ലസ് S raised to 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 1 പ്ലസ് S raised to 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2. ഇതാണ് നമുക്ക് P of S കിട്ടുക. ഈ P of Sഉം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള P of Sഉം കൂടി കമ്പയർ ചെയ്യുക. സോ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? S raised to 0 എന്താണ്? 1 ആണ്. P of x0 അപ്പോൾ ഇവിടെ കിട്ടുന്നത് കമ്പയർ ചെയ്യുമ്പോൾ 1/6 ആണ് അല്ലേ. ഇനി S raised to 1 S തന്നെ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 1 2/6 ഇൻറ്റു S കിട്ടും. 2/6 വരും. S സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2ൻ്റെ കോയിഫിഷ്യൻറ്റ് വരിക 3/6 ആണ് അല്ലേ. സോ നമുക്കിവിടെ P of S നമ്മൾ കണ്ടെത്തിയത് ഇതാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള P of S ഇതാണ്. സോ രണ്ടിൻ്റെയും കോയിഫിഷ്യൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0 1/6, പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 1 2/6, പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 3/6 ആണേ. സോ അതാണ് PMF. ഇനി ഇതിൻ്റെ മീൻ കാണണം. സോ മീൻ എന്ന് പറഞ്ഞാൽ മീൻ കാണാനുള്ള ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു സമ്മേഷൻ ഓവർ x ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു x. സോ ഇവിടെ x എന്താണ്? 0 ടു 0ൻ്റെ പ്രോബബിലിറ്റി 1/6 ആണ്. x ഈക്വൽ ടു 1ലെ പ്രോബബിലിറ്റി 1/3 ആണ്. x ഈക്വൽ ടു 2ലെ പ്രോബബിലിറ്റി 1/2 ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു 0 ഇൻറ്റു 1/6 പ്ലസ് 1 ഇൻറ്റു 1/3 പ്ലസ് 2 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 4/3. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x കിട്ടി. സോ ഇങ്ങനൊരു P
PGF തന്നിട്ട് PMF മീനും കാണാൻ പറഞ്ഞാൽ ആദ്യം P(s)ൻ്റെ ഫോർമുല എഴുതുക, അത് വെച്ചിട്ട് P(s) കണ്ടെത്തുക. സോ P(s) നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന P(s)ഉം ക്വസ്റ്റ്യനിലുള്ള P(s)ൻ്റെയും കോയിഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x = 0, x = 1, x = 2 എന്ന് കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. സോ ഇതിൽ നിന്ന് പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എക്സ്പെക്ടേഷൻ ഓഫ് x = x ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ആണ്. എക്സിൻ്റെ വാല്യൂ ആദ്യം 0, അതിൻ്റെ പ്രോബിലിറ്റി 1/6 പ്ലസ് 1 ഇൻറ്റു 1/3 പ്ലസ് 2 ഇൻറ്റു 1/2. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് 4/3. അപ്പോൾ ഇതാണ് മീന്. പിന്നെ ഇവിടെ ഒരു സംശയം വരിക, എക്സിന് എത്ര വരെ വാല്യൂ ഇട്ട് കൊടുക്കണം. എക്സ് 0 to ∞ ആണല്ലോ, അപ്പോൾ ഇവിടെ എത്ര വരെ വാല്യൂ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കാം. കാരണം എസിൻ്റെ മാക്സിമം കോയിഫിഷ്യൻറ്റ് 2 വരെയാണ് പോയിട്ടുള്ളൂ. സോ 0 to 2 വരെ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. h of x be a non-negative Borel measurable function of a random variable x. If expectation of h of x exists, then show that for every epsilon greater than 0, probability of h of x greater than or equal to epsilon less than or equal to expectation of h of x by epsilon. സോ ഇതെന്താ, മാർക്കോസ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യാനാണ് ഫോർ എ ഫംഗ്ഷൻ. ഇത് നമ്മൾ 2023 പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്തുള്ള പ്രോബ്ലമാണ്. സോ അത് നോക്കുക. ഇത് മാർക്കോസ് ഇൻഈക്വാലിറ്റി വെച്ച് മാർക്കോസ് ഇൻഈക്വാലിറ്റി തന്നെയാണ് ഇവിടെ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ അതൊന്ന് നോക്കുക കേട്ടോ. നമ്മൾ 11 ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ കവർ ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.